Hi dears, welcome to ECS online class. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു പോർഷൻ പേജ് നമ്പർ 100-ലെ ആ ഒരു ക്വസ്റ്റ്യൻ മിസ് പഠിപ്പിക്കാനുണ്ടായിരുന്നു. അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട് ബുക്കിലും എഴുതണം. ഓക്കെ, ടെക്സ്റ്റും നോട്ടും റെഡിയാക്കി വെച്ചോളൂ. മിസ് പഠിപ്പിച്ചു തരാം. പേജ് നമ്പർ 100. ഓക്കെ, പേജ് നമ്പർ 100 എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് യൂസിങ് എ പ്രൈസ് ലിസ്റ്റ് എന്നും ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുക. കണ്ടോ, ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് ആ ബോക്സ് ഒന്ന് വരച്ച് ഫസ്റ്റ് ആ ഐറ്റം പ്രൈസ് ഇൻ റുപ്പീസ് പെർ കിലോ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ബോക്സ് ആദ്യം വരച്ചിടുക. ഓക്കെ, അപ്പൊ ആദ്യം പേജ് നമ്പർ 100-ന് ഹെഡിങ് കൊടുത്തു, കൂട്ടത്തിൽ യൂസിങ് എ പ്രൈസ് ലിസ്റ്റ് എന്നും ഹെഡിങ് കൊടുത്തു. ഇനിയോ ഫസ്റ്റ് ആ ഒരു ഗ്രീൻ ബോക്സ് മാത്രം വരച്ചിടുക. ഓക്കെ, ഇവിടെ നമ്മൾ കുറച്ച് പച്ചക്കറികളുടെ വില കൊടുത്തിട്ടുണ്ട്. ഓരോ കിലോയ്ക്കും എത്ര രൂപയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. അപ്പോൾ ഗ്രീൻ ബോക്സ് കണ്ടോ, ഐറ്റം പ്രൈസ് ഇൻ റുപ്പീസ് പെർ കിലോഗ്രാം. ടൊമാറ്റോ, 1 കിലോ ടൊമാറ്റോയ്ക്ക് അല്ലെങ്കിൽ 1 കിലോ തക്കാളിക്ക് എത്ര രൂപയാണ്? 8 രൂപ. പൊട്ടറ്റോ 1 കിലോയ്ക്ക് 12 രൂപയാണ്. ഒണിയൻ 1 കിലോയ്ക്ക് 10 രൂപയാണ്. ക്യാരറ്റ് 1 കിലോയ്ക്ക് 16 രൂപയാണ്. പംകിൻ 1 കിലോയ്ക്ക് 4 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഹെഡിങ് എഴുതി. എന്നിട്ട് ഈ ഒരു പച്ച കളറിൽ ആ ഒരു ബോക്സ് മാത്രം നോട്ട്ബുക്കിൽ വരച്ചു. ഓക്കെ, വരച്ചു കഴിഞ്ഞല്ലോ. ഇനി ബാക്കിയുള്ള മിസ്സിന്റെ വീഡിയോ ഇനി ശ്രദ്ധിച്ച് കേട്ടോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ എന്ന് നോട്ട്ബുക്കിൽ എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, ഹൗ മച്ച് ഡസ് ഹാഫ് കിലോഗ്രാം ഓഫ് ടൊമാറ്റോസ് കോസ്റ്റ്? ഹാഫ് കിലോ ടൊമാറ്റോസിന് വില എത്രയായിരിക്കും? നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റ് 1 കിലോ സാധനങ്ങളുടെ വില ഉള്ള ഒരു ലിസ്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് 1 കിലോയുടെ ആവശ്യമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഹാഫ് കിലോ ടൊമാറ്റോയ്ക്ക് എത്ര രൂപയാണ് എന്നുള്ളതാണ്. അപ്പൊ എ എന്ന് എഴുതി ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. എന്നിട്ട് ആൻസർ ഇതാണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. കോസ്റ്റ് ഓഫ് ഹാഫ് കിലോ ഓഫ് tomatoes is equal to, കണ്ടുപിടിക്കാം. നമുക്കറിയാം 1 കിലോ ടൊമാറ്റോയുടെ വില 8 രൂപയാണ്. അങ്ങനെയെങ്കിൽ ഹാഫ് കിലോ എന്ന് പറഞ്ഞാൽ എന്താണ്? 1ന്റെ പകുതിയല്ലേ, അല്ലേ? അതായത് 8 into 1/2. ഓക്കെ, 8 into 1/2 അല്ലെങ്കിൽ എന്താണ്? 8 into 1/2 അല്ലെങ്കിൽ or 8 divided by 2. രണ്ടും ശരി തന്നെയാണ്. ഓക്കെ, 8 into 1/2 അല്ലെങ്കിൽ 8 divided by 2. 1 കിലോയ്ക്ക് 8 രൂപയല്ലേ? അപ്പൊ അതിന്റെ പകുതി വില ആയിരിക്കത്തില്ലേ പകുതി കിലോയ്ക്ക്, അല്ലേ? 8 into 1/2 എങ്ങനെ ചെയ്യാം? ഇവിടെ ന്യൂമറേറ്റേഴ്സ് ആയി എന്താണ്? ഇവിടെ ഒരൊറ്റ നമ്പർ 8 ആണ്. ആ 8 എന്താണ്? ആ ഒരു നമുക്ക് ന്യൂമറേറ്ററായി സങ്കല്പിക്കാം. ഓക്കെ, അപ്പോൾ ആ ന്യൂമറേറ്റേഴ്സ് ആയിട്ട് 8 ഉണ്ട് 1 ഉണ്ട്, അല്ലെ? മുകളിലത്തെ നമ്പേഴ്സ് 8 ഉണ്ട് 1 ഉണ്ട്. അപ്പൊ നമുക്ക് അത് നടുക്കടക്കുന്ന ഓപ്പറേഷൻ എന്താണ്? ഇൻറ്റു ആണ്, മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അപ്പൊ നമുക്ക് മുകളിലത്തെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. 8 into 1 എന്താണ്? 8 into 1 എന്താണ്? 8 into 1 8 തന്നെയാണ്. അപ്പോൾ മുകളിലത്തെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഉത്തരം എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. ഇനി താഴത്തെ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, by2 ഇല്ലേ? by2 ഇല്ലേ? ആ by2നെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഈ ബൈ കണ്ടാൽ ഓർത്തോണം ഡിവൈഡ് ചെയ്യാനാണ്. അപ്പോൾ 8 divided by 2 എന്താണ്? കണ്ടോ, or 8 divided by 2 എന്ന് മിസ് എഴുതിയിരുന്നില്ലേ? 8 divided by 2 എങ്ങനെയാ ചെയ്യാം? 8 divided by 2 അല്ലേ? 4 2s are 8 ആണ്. 4 into 2 8 ആണ്. 8 minus 8 0. മിസ് ഡിവിഷൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഓക്കെ, 8നെ എന്താണ് എന്ത് ചെയ്യണം? 8നെ ഇങ്ങനെ എഴുതി 2 ഡിവൈസറായിട്ട് എഴുതി. ഡിവിഡൻറ്റ് 8 ആണ്, ഡിവൈസർ 2 ആണ്. നമ്മൾ ചെയ്യാണ്. 4 into 2 8 എന്ന് കൃത്യമായി കിട്ടും. അപ്പൊ കോഷ്യന്റിന് അവിടെ മുകളിൽ 4 എഴുതി. എന്നിട്ട് 4 into 2 8, ആ 8 താഴത്ത് എഴുതി. എന്നിട്ട് ആ മുകളിലുള്ള 8 താഴത്തെ 8 നമ്മൾ മൈനസ് ചെയ്ത് കൊടുത്തു. 8 minus 8 0 തന്നെയാണ്. അപ്പൊ ഉത്തരം എന്താണ്? 8/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. റുപ്പീസ്
4. ഇവിടെ ₹4. ഉത്തരം എന്താണ്? ₹4. ഈ സൈഡിൽ ഈ വർക്കിങ്സുകൾ ബുക്കിന്റെ ആ ഒരു ക്വസ്റ്റ്യന്റെ സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ്. അതുകൊണ്ട് നോട്ട്ബുക്കിന്റെ സൈഡിൽ ഉണ്ടായിട്ടുണ്ടാവണം. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം. ഓക്കെ, ഡിവിഷൻ ഞാൻ എക്സ്ട്രാ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 8 into 1 8 ആണ്. ഇനി ഡിവൈഡ് ബൈ 2 ഉണ്ട്. ഡിനോമിനേറ്ററിന്റെ സ്ഥാനത്ത് 2 ഉണ്ട്, ഡിനോമിനേറ്റർ സ്ഥാനത്ത് 2 ഉണ്ട്. അപ്പോൾ 8 divided by 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അത് കിട്ടിയത് ഇങ്ങനെയാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ₹4 എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബി ക്വസ്റ്റ്യൻ എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി, ആൻസർ എഴുതി, വർക്കിങ്സും സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിലോട്ട് എഴുതുക. വിച്ച് കോസ്റ്റ് മോർ, 1/2 kilogram ഓഫ് ഓണിയൻ ഓർ 1/2 kilogram ഓഫ് ക്യാരറ്റ്? ക്വാർട്ടർ അല്ലെ, 1/4 കിലോ ക്യാരറ്റിനാണോ 1/2 കിലോ ഒണിയൻ ആണോ ഏറ്റവും കൂടുതൽ വില? ഏതിനാണ് ഏറ്റവും കൂടുതൽ വില എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് 1/2 കിലോ ഒണിയന്റെ വിലയും 1/4 കിലോ ക്യാരറ്റിന്റെ വിലയും കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ബി ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ ആൻസർ ഇതാണ്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? കോസ്റ്റ് ഓഫ് 1/2 കിലോ ഓഫ് ഓണിയൻസ്. 1/2 കിലോ ഓണിയൻസ് എത്ര രൂപയാണ്? അപ്പോൾ 1 കിലോ ഓണിയൻ നമുക്കറിയാം 10 രൂപയാണ്. അപ്പോൾ 1/2 കിലോയ്ക്ക് എന്താണ്? 10 into 1/2 അല്ലെങ്കിൽ എന്താണ്? 10 divided by 2 എന്ന് എഴുതാം അല്ലേ? 1 കിലോയ്ക്ക് 10 രൂപയാണ്. അപ്പോൾ 1/2 കിലോയ്ക്ക് എന്താണ്? 10 into 1/2. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 10 into 1 എന്താണ്? 10 തന്നെയാണ്. അപ്പോൾ 10 into 1 10 കിട്ടി. ആ ആൻസർ കിട്ടി. ആ 10 കൊണ്ട് 10 into 1 ചെയ്യുമ്പോൾ 10 കിട്ടി. കഴിഞ്ഞോ? ഡിവൈഡ് ബൈ 2 കൂടെ ഇല്ലേ? ബാക്കിയുള്ള ഡിവൈഡ് ബൈ 2 ചെയ്യാം. 10 divided by 2 എങ്ങനെ ചെയ്യും? 10നെ ഡിവിഡൻറ്റ് ആക്കി എഴുതി, 2നെ ഡിവൈസർ ആക്കി എഴുതി ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഏതൊരു നമ്പറിനെ കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 10 ഉത്തരം കിട്ടുന്നത്? 5 ആണ്. 5 into 2 10 ആണ് അല്ലേ? അപ്പോൾ കോഷ്യന്റെ സ്ഥാനത്ത് 5 എഴുതിയിട്ടുണ്ട്. 5 into 2 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇനി ഈ 2 10 മൈനസ് ചെയ്യാം. 0 minus 0 0 ആണ്. 1 minus 1 0 ആണ്. ഉത്തരം എന്തായിരിക്കും? കോഷ്യന്റെ സ്ഥാനത്ത് വരുന്ന അതായിരിക്കും ഉത്തരം. ₹5. ഓക്കെ, അപ്പോൾ അതിന്റെ ആൻസർ എന്തായി? കോസ്റ്റ്. ആൻസർ കഴിഞ്ഞോ? കംപ്ലീറ്റ് ഇല്ല. നമ്മൾ 1/2 കിലോ ഒണിയന്റെ വില മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇത് നമുക്ക് 1/4 കിലോ ക്യാരറ്റിന്റെ വില കണ്ടുപിടിക്കണ്ടേ? 1/4 കിലോ ക്യാരറ്റിന്റെ വില കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ പകുതി ആൻസർ ഇതാണ്. വർക്കിങ്ങുകൾ ബുക്കിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ടാണ്. 10 into 1 10 divided by 2. ഉത്തരം എന്താണ്? 10 divided by 2 എന്ന് ഈ ഒരു ഡിവിഷൻ ചെയ്യുന്ന ആ ഒരു രീതിയും ബുക്കിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ടാണ്. ഉത്തരം ₹5 എന്നാണ്. അപ്പോൾ 1/2 കിലോ ഒണിയന്റെ വില എത്രയാണ്? ₹5 എന്ന് കിട്ടി. ഓക്കെ, ഇനി ആ ബി ക്വസ്റ്റ്യന്റെ തന്നെ ബാക്കി ഭാഗം കണ്ടുപിടിക്കാൻ പോവുകയാണ്. എഴുതിയല്ലോ എല്ലാവരും? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1/4 കിലോ ക്യാരറ്റിന്റെ വിലയാണ്. കോസ്റ്റ് ഓഫ് 1/4 kilo of carrots. ഓക്കെ, ഇത് നമുക്ക് ക്യാരറ്റ്സിന്റെ വില കണ്ടുപിടിക്കാം. 1/4 ഓഫ് ക്യാരറ്റ്സ്. അപ്പോൾ ക്യാരറ്റിന് 1 കിലോ ക്യാരറ്റിന് എത്ര രൂപയാണ്? ഗ്രീൻ കളർ ബോക്സ് നോക്കി 16 rupees ആണ്. 16 into 1/4 അല്ലെ? 16 into 1/4 അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 16നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ? കാരണം എന്താണ്? 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4% അല്ലെ? 4 ആയിട്ട് ഡിവൈഡ് ചെയ്തത് ഒരു ഭാഗമാണ്. ആ ഭാഗത്തിന്റെ വില 16 ആണ്. അപ്പോൾ 4 ആയിട്ട്. അപ്പം നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 1 കിലോ ക്യാരറ്റിന്റെ വില 16 ആണ്. അപ്പൊ അതിൽ 1 കിലോ ക്യാരറ്റിന്റെ വില 16 ആണ്. അപ്പൊ നമുക്ക് 1/4 അതിൽ ഒരു ഭാഗം 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗത്തിന്റെ വില മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 16 1 കിലോ വില ഉള്ള ക്യാരറ്റ് ആണെങ്കിൽ അതിന്റെ 1/4 പാർട്ടിന്റെ വില തീരെ കുറവായിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് മുകളിലത്തെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? 1 കിലോ ക്യാരറ്റിന്റെ വില 16 ആണ്. 1 കിലോ ക്യാരറ്റിന്റെ വില 16 ആണ്. നമുക്ക് 1 കിലോ ആവശ്യമില്ല.
അര കിലോയുടെ ആവശ്യവുമില്ല. അര കിലോയുടെയും പകുതി, അതായത് ക്വാർട്ടർ കിലോ ക്യാരറ്റിന്റെ വില മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ആ 16 എന്ന നമ്പറിനെ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ 16/4 എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 60 × 1 എന്താണ്? 16 തന്നെയാണ്. ഇനി 16 × 1 16 ആണ്. ഇനി ഡിവൈഡ് ബൈ 4 ഉള്ളത്. 60 ഡിവൈഡ് ബൈ 4 എങ്ങനെ ചെയ്യും? 16 ഡിവൈഡ് ബൈ 4. 16 എന്ന ആ ഒരു വലിയ നമ്പറിനെ 4 എന്ന ആ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഏതൊരു 4നെ ഏതൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 16 എന്ന ഉത്തരം കിട്ടുന്നത്? 4ന്റെ ടേബിൾസ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഡിവൈസറിന്റെ ടേബിൾസ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എന്താണ്? 4 × 4 16 ആണ് അല്ലേ? 4 മോൾ എഴുതി, കോഷ്യന്റെ സ്ഥാനത്ത് 4 എഴുതി. 4 × 4 16 ആണ്. ആ കിട്ടിയ 16ഉം ആ ഡിവിഡന്റ് 16ഉം തമ്മിൽ മൈനസ് ചെയ്ത് ഉത്തരം എന്ത് കിട്ടും? 0 എന്ന ഉത്തരം കിട്ടും. ഓക്കെ ഓക്കെ, ഇപ്പൊ 16 × 1 16 ആണ്. 16 × 1 16 ആണ്. ഡിവൈഡ് ബൈ 4 ചെയ്യണം. 16 × 1 16 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ ഉത്തരം എന്ത് കിട്ടി? ₹4 എന്നാണ് അല്ലെ? ഉത്തരമായിട്ട് 4 എന്ന് കിട്ടി. കോഷ്യന്റെ സ്ഥാനത്ത് കിടക്കുന്നതാണ് ഉത്തരം. ₹4 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമുക്ക് രണ്ടിന്റെ വില നമ്മൾ കണ്ടുപിടിച്ചു. എന്തൊക്കെയാണ്? കോസ്റ്റ് ഓഫ് ½ കിലോ ഓഫ് ഓണിയൻ. ആ ഓണിയൻ, അര കിലോ ഓണിയന്റെ വില 5 രൂപയാണ്. ഇനിയോ 1/4 കിലോ ഓഫ് ക്യാരറ്റിന്റെ വിലയോ ₹4 ആണ്. ഇതിന്റെയും ആൻസർ എഴുതുക. സൈഡിൽ വർക്കിംഗ്സ് ഉണ്ടാവണം. അപ്പൊ ഇതിൽ ഏറ്റവും വില കൂടുതൽ ഏതാണ്? 5 രൂപയാണോ 4 രൂപയാണോ ഏറ്റവും കൂടുതൽ? ഏതാണ് കൂടുതൽ? 5 രൂപയാണ്. അപ്പോ അര കിലോ ഓണിയൻ ആണ് ഏറ്റവും കൂടുതൽ പൈസ ആവുന്നത് അല്ലെ? ₹5 ആവുന്നത്. അപ്പൊ ഏറ്റവും അവസാനമായിട്ട് ഒരു സ്റ്റെപ്പ് കൂടെ എഴുതുക. ₹4. അപ്പോ എന്താണ് വിച്ച് കോസ്റ്റ് മോർ? നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഏറ്റവും പൈസ കൂടുതൽ ഏതിനാണെന്നുള്ളതല്ലേ? അപ്പോ ½ കിലോ ഓഫ് ഓണിയൻ, therefore ½ കിലോ ഓഫ് ഓണിയൻ കോസ്റ്റ് മോർ എന്ന് എഴുതുക. ഇതാണ് ഇപ്പോഴാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയത്. Therefore 3 കുത്ത്. Therefore ½ കിലോ 1/2 കിലോ ഓഫ് ഓണിയൻ കോസ്റ്റ് cost more more. അപ്പം ഇത് രണ്ടിനെ വില നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ വില ആവുന്നത് ഓണിയൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് നമ്മൾ താഴെ എഴുതി കൊടുത്തു. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സി ക്വസ്റ്റ്യൻ. What is the price of 3/4 kilogram of potatoes? 3/4 എന്ന് പറഞ്ഞാൽ 3/4 കിലോ ആണ്. 3/4 ആണ്. ഓക്കെ, അതായത് ക്വാർട്ടർ നമ്മുടെ ഈ ഒരു സർക്കിൾ വരച്ചാൽ അതിൽ 3/4 എന്ന് പറഞ്ഞാൽ 3 ഭാഗമല്ലേ? 3/4 അല്ലേ? നമ്മുടെ 1/4 + 1/4 + 1/4 ആണ് 3/4 അല്ലെ? അതിനെ 3/4 എന്ന് പറയും. 3 quarter. 1/4 ക്വാർട്ടർ എന്നല്ലേ പറയുന്നത്. അപ്പൊ 3/4 എന്നാണ് 3/4 പറയുന്ന മറ്റൊരു പേര്. 1/2 ഹാഫ് എന്ന് പറയും, 1/4 ക്വാർട്ടർ എന്ന് പറയും, 3/4 ഇനി എന്ത് പറയും? 3/4 എന്ന് പറയും അല്ലെ? 3/4 എന്ന് പറയും. 3 ഭാഗം. ഈ ഒരു 3 ഭാഗം 4ആയിട്ട് ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു സ്ക്വയറിനെ ഡിവൈഡ് ചെയ്താൽ ആ 3 ഭാഗത്തെ 3/4 എന്ന് പറയും. ആ 3/4 3/4 എന്ന് ഒരു വിളിപ്പേരുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ചോദ്യത്തിലോട്ട് കിടക്കാം. സി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 3/4 ഓഫ് പൊട്ടറ്റോസ്? 3/4 ഓഫ് പൊട്ടറ്റോസിന്റെ വില കണ്ടുപിടിക്കണം. നമുക്കറിയാം 1 കിലോ സാധനത്തിന് പൊട്ടറ്റോയുടെ വില നമുക്കറിയാം എന്താണ്? 12 rupees ആണ്. അങ്ങനെ 3/4 കിലോ പൊട്ടറ്റോസിന്റെ വില നമുക്ക് കണ്ടുപിടിക്കണം. 1 കിലോ പോലും ഇല്ല 3/4, 3/4 കിലോ ഉള്ള അല്ലെ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം കോസ്റ്റ് ഓഫ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പ്രൈസ് എന്നല്ല കിടക്കുന്നത്, പ്രൈസ് ഓഫ് എന്ന് എഴുതാം. ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ ഇങ്ങനെ എഴുതുക. പ്രൈസ് ഓഫ് 3/4. കോസ്റ്റ് എന്ന് എഴുതിയാലും പ്രൈസ് എന്ന് എഴുതിയാലും സെയിം ആണ്. വില എന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ. 3/4 കിലോ ഓഫ്
പൊട്ടറ്റോസ്. കണ്ടുപിടിക്കാം. നമുക്ക് തന്നിരിക്കുന്ന ആ പൊട്ടറ്റോസിന്റെ 1 കിലോ പൊട്ടറ്റോയുടെ വില എന്താണ്? 12 അല്ലേ? അതിനെ ഇൻറ്റു 3/4 ചെയ്യണം. 12 ഇൻറ്റു 3/4 ചെയ്യണം. എന്നാലേ ഉത്തരം കിട്ടത്തുള്ളൂ. ഇവിടെ നമുക്ക് പ്രത്യേക എളുപ്പവിദ്യയൊന്നുമില്ല. നമ്മൾ ഓരോ നമ്പേഴ്സും ചെയ്യണം. ഫസ്റ്റ് ന്യൂമറേറ്റേഴ്സിൽ കിടക്കുന്ന 12ഉം 3ഉം ആണ്. അതിന് എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യണം. 12 ഇൻറ്റു 3 സൈഡിൽ ചെയ്യുക. 12 ഇൻറ്റു 3 എങ്ങനെ ചെയ്യും? 3 ഇൻറ്റു 2 6 ആണ്. ഇനി 3 ഇൻറ്റു 1 3 ആണ്. അപ്പോൾ 36 കിട്ടി. കഴിഞ്ഞോ? ഇല്ല. ഇനി ഡിവൈഡ് ബൈ 4 കൂടെ ഉണ്ട്. അപ്പോൾ 36 കിട്ടിയിരിക്കുന്ന ആ ഒരു ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരം 36 ആണ്. 36. ഇത് ബാക്കിയുള്ളത് 36 ഡിവൈഡ് ബൈ 4 എന്നാണ് അല്ലേ? 36 ഡിവൈഡ് ബൈ 4 എങ്ങനെ ചെയ്യും? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 36നെ ഡിവിഡൻറ്റ് ആക്കി എഴുതി 4 എന്ന നമ്പറിനെ താഴെയുള്ള 4 എന്ന നമ്പറിനെ ഡിവൈസർ ആക്കി എഴുതി. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് പറഞ്ഞു നോക്കുക. ഏതൊരു നമ്പറിനെ ഇൻറ്റു 4 ചെയ്യുമ്പോഴാണ് 36 കിട്ടുന്നത്? 9 4s are എത്രയാണ്? 9 4s are ടേബിൾസ് കൃത്യമായി അറിഞ്ഞാൽ പെട്ടെന്ന് ഡിവിഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 9 4s are 36 ആണ്. അപ്പോൾ ആ 9 എന്ന നമ്പറിനെ ക്വോഷ്യന്റ് ആക്കി മുകളിൽ എഴുതി. ഓക്കെ, അപ്പോൾ 9 ഇൻറ്റു 4 36 ആണ്. ഇനിയോ 36 മൈനസ് 36 എന്താണ്? 6 മൈനസ് 6 0 ആണ്. 3 മൈനസ് 3 0 ആണ്. റിമൈൻഡർ എന്ത് കിട്ടി? 0 കിട്ടി. നമുക്ക് കിട്ടേണ്ടുന്ന ഉത്തരം ക്വോഷ്യന്റിലുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഉത്തരം എന്താണ്? ₹9 എന്നാണ്. അപ്പോൾ 3/4 കിലോ പൊട്ടറ്റോസിന്റെ വില എത്രയാണ്? ₹9. ഓക്കെ, എഴുതിയ എല്ലാവരും. അപ്പോൾ നമ്മൾ സി ക്വസ്റ്റിനെ എഴുതി. ഈ 3 സ്റ്റെപ്സ് എല്ലാവരും നോട്ട്ബുക്കിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, ഇത് നോട്ട്ബുക്കിന്റെ സൈഡിൽ എഴുതേണ്ടതാണ്. സ്റ്റെപ്സ് ആണ്. ഈ ആൻസർ കണ്ടുപിടിച്ചത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ സ്റ്റെപ്സ് ആണ്. ഓക്കെ, ₹9 എന്നുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ബാക്കി ഈ സ്റ്റെപ്സ് ക്വസ്റ്റ്യൻ എഴുതുക, ആൻസേഴ്സ് ആയിട്ട് ഇത്രയും സ്റ്റെപ്സ് എഴുതുക. ഇനി അടുത്ത്, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയല്ലോ. ഇനി സി ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതുക, ഈ വർക്കിംഗ്സ് എല്ലാം സൈഡിലുണ്ടാവണം. ഇനി അടുത്തത് ഡി ക്വസ്റ്റ്യൻ ആണ്. ഡി ക്വസ്റ്റ്യൻ എഴുതുക. ഡി എന്ന ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തിട്ട് എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിക്കേ. കീർത്തി ഈസ് ഗോയിങ് ഫോർ ഷോപ്പിംഗ്. കീർത്തി എന്ത് ചെയ്യാണ്? ഷോപ്പിങ്ങിന് പോവുകയാണ്. ഷീ ഹാസ് ഓൺലി ₹20 വിത്ത് ഹെർ. 20 രൂപയെ കീർത്തിയുടെ കയ്യിലുള്ളൂ. കയ്യിൽ ആ താഴെയുള്ള ഫിഗർ കണ്ടോ? കീർത്തിയുടെ കയ്യിൽ ആകപ്പാട് 20 രൂപയുള്ളൂ. ഷീ ക്യാൻ ബൈ ഓൾ ദ തിങ്സ് ഇൻ ഹെർ ഷോപ്പിംഗ് ലിസ്റ്റ്. Can she buy all the things in her shopping list? അപ്പോൾ കീർത്തിയുടെ കയ്യിൽ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്. കണ്ടോ? നിങ്ങൾ ആ ഫിഗർ ഒന്നും വരയ്ക്കേണ്ട. ക്വസ്റ്റ്യൻ ഡി എന്ന് എഴുതിയിട്ട് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എഴുതുക. എന്നിട്ട് കീർത്തിയുടെ കയ്യിലുള്ള ആ ഷോപ്പിംഗ് ലിസ്റ്റ് കണ്ടോ? ഒരു ബ്ലൂ കളർ ബോക്സ് കണ്ടോ? പൊട്ടറ്റോ 1/2 കിലോ, പംകിൻ 2 കിലോ, ക്യാരറ്റ് 1/4 കിലോ എന്ന് കണ്ടോ? അതൊരു ബോക്സിലാക്കിയിട്ട് എഴുതുക. ആദ്യം ഡി എന്ന് ഈ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റും എഴുതുക. എന്നിട്ട് ആ കീർത്തിയുടെ കയ്യിലുള്ള ആ ഒരു ബോക്സ് മാത്രം വരച്ചിടുക. ഓക്കെ, ആ ബ്ലൂ കളർ ബോക്സ് മാത്രം വരയ്ക്കുക. ഇനി മിസ് ആൻസർ പഠിപ്പിച്ചു തരാം. അപ്പൊ കീർത്തിക്ക് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത്? ഇനി ആൻസർ ആയിട്ട് എഴുതുക. 1/2 കിലോ പൊട്ടറ്റോ വാങ്ങിക്കണം, പംകിൻ 2 കിലോ വാങ്ങിക്കണം, ക്യാരറ്റ് 1/4 കിലോ വാങ്ങിക്കണം. അപ്പൊ കീർത്തിയുടെ കയ്യിൽ ആകപ്പാട് 20 രൂപയുണ്ട്. ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പൊ കീർത്തിയുടെ കയ്യിലുള്ള ഈ 20 രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുമോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം 1/2 കിലോ പൊട്ടറ്റോയ്ക്ക് എത്ര രൂപയാകും എന്ന് നോക്കാം. അപ്പൊ ആൻസർ ആയിട്ട് നമ്മൾ തുടങ്ങുകയാണ്. കോസ്റ്റ് ഓഫ് 1/2 കിലോ ഓഫ് പൊട്ടറ്റോ. 1/2 കിലോ ഓഫ് പൊട്ടറ്റോ എങ്ങനെ കണ്ടുപിടിക്കാം? 1 കിലോ പൊട്ടറ്റോയുടെ വില 12 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. 12 ഇൻറ്റു 1/2 അല്ലെ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ 12 ഇൻറ്റു 1/2. 12 ഇൻറ്റു 1 എന്താണ്? 12 ആണ്. 12 ഡിവൈഡഡ് ബൈ 2 എങ്ങനെ ചെയ്യും? 6 ഇൻറ്റു 2 അല്ലേ? 12 അല്ലേ? 12 ഡിവൈഡഡ് ബൈ 2 എങ്ങനെ ചെയ്യും? 6 ഇൻറ്റു 2 ആണ് 12. 6 മുകളിൽ എഴുതി കൊടുക്കുക. 12 താഴെ എഴുതി കൊടുക്കുക. 12 മൈനസ് 12 0 ആണ്. റിമൈൻഡർ 0 കിട്ടി. കോഷ്യന്റിന് അവിടെ 6 കിട്ടി. അപ്പോൾ ഉത്തരം എന്താണ്? ₹6. കണ്ടോ? സൈഡിൽ ഈ ഒരു സ്റ്റെപ്പ് എഴുതുക. സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകണം. 12 ഇൻറ്റു ന്യൂമറേറ്റേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു. 12 ഇൻറ്റു 1 12 തന്നെയാണ്. കിട്ടിയ ഉത്തരം 12 ആണ്. ആ 12ന്റെ താഴത്തുള്ള 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. താഴെ ബൈ 2 ആണ് കിടക്കുന്നത്. ഡിവൈഡ് ചെയ്യുക. 12 ഡിവൈഡ് ബൈ 2 എങ്ങനെയാണ്?
6 into 2 ആണ് 12, 6 മുകളിൽ എഴുതി, 6 into 2 12 ആണ്, 12 minus 2 0 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്ത് അല്ലേ. അപ്പോൾ 1/2 കിലോ പൊട്ടറ്റോയുടെ വില ₹6 ആണ്. ഇനി അടുത്ത് എന്താണ് വാങ്ങിക്കേണ്ടത്? 2 കിലോ പംകിൻ അല്ലേ. കോസ്റ്റ് ഓഫ് 2 കിലോ ഓഫ് പംകിൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കുട്ടിക്ക് എന്താണ് പംകിൻ വാങ്ങിക്കണം. എത്ര? 2 കിലോ പംകിൻ വാങ്ങിക്കണം. അതിന് എന്തായിരിക്കും? 1 കിലോ പംകിന്റെ റേറ്റ് എത്രയാണ്? ₹4 ആണ്. ഗ്രീൻ കളർ ബോക്സിൽ കണ്ടോ? 1 കിലോ പംകിന്റെ വില 4 രൂപയാണ്. അപ്പൊ 2 കിലോ വാങ്ങിക്കണമെങ്കിൽ 2 into 4 ഡയറക്റ്റ് ആയിട്ട് എഴുതാലോ. ഫ്രാക്ഷൻ ഒന്നും പറയുന്നില്ല. 2 കിലോ പംകിൻ ആണ് നമ്മുടെ കീർത്തിക്ക് ആവശ്യം. അപ്പോൾ 1 കിലോയുടെ വില 4 രൂപയാണ്. അങ്ങനെയെങ്കിൽ 2 കിലോയുടെ വില എന്തായിരിക്കും? 2 into 4. 2 into 4 എന്താണ്? ₹8 ആണ് അല്ലെ. ഇനി അടുത്തത് നമ്മുടെ കീർത്തിക്ക് വാങ്ങിക്കുന്നത് 1/4 കിലോ ക്യാരറ്റ് ആണ്. കോസ്റ്റ് ഓഫ് 1/4 കിലോ ഓഫ് ക്യാരറ്റ്. കോസ്റ്റ് ഓഫ് 1/4 കിലോ ഓഫ് ക്യാരറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? 1/4 into ക്യാരറ്റിന്റെ 1 കിലോ വില എത്രയാണ്? 16 ആണ് അല്ലെ. 16 ആണ് അല്ലെ. 16. 1 കിലോ ക്യാരറ്റിന്റെ വില 16 ആണ്. നമുക്ക് 1/4ന്റെ ആവശ്യമേ ഉള്ളൂ, 1 കിലോയുടെ ആവശ്യമില്ല. അപ്പോൾ 1/4 നമ്മുടെ 1/4 കിലോ ക്യാരറ്റിന്റെ വില കണ്ടുപിടിക്കാൻ 16 into 1/4 ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചതാണ് ₹4 എന്നാണ്. ഓക്കെ, ₹4 എന്നാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കീർത്തി ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിക്കുവാണെങ്കിൽ ₹6 ആവും, ₹8 ആവും, ₹4 ആവും. ഈ 3 സാധനങ്ങളും ഈ പറഞ്ഞ തൂക്കത്തിൽ വാങ്ങിക്കുവാണെങ്കിൽ എന്താണ് ടോട്ടൽ കോസ്റ്റ്? എത്ര രൂപയാവും? ടോട്ടൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 6 + 8 + 4. എന്താണ് 6 + 8 + 4 എന്താണ്? എന്ത് കിട്ടും? 6 + 8 എന്താണ്? 14 ആണ്. 14 + 4 18 ആണ്. ₹18. അപ്പോൾ കീർത്തിയുടെ കയ്യിൽ 20 രൂപ ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ചെലവായത് 18 രൂപയാണ്. അപ്പോൾ കീർത്തിക്ക് ഇനി മിച്ചം 2 രൂപ ഉണ്ട് അല്ലേ. അങ്ങനെയെങ്കിൽ കീർത്തിക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം പേടിക്കാതെ വാങ്ങിക്കാൻ സാധിക്കും. കാരണം എന്താ? ഈ പറഞ്ഞ സാധനങ്ങളുടെ എല്ലാം ആകെ വില ആവുന്നത് 18 രൂപയാണ്. കീർത്തിയുടെ കയ്യിൽ 20 രൂപയുണ്ട്. അതുകൊണ്ട് കീർത്തിക്ക് ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ സാധിക്കും അല്ലേ. അപ്പൊ ലാസ്റ്റ് സെന്റൻസ് ആക്കി എഴുതുക. Therefore, yes, she can buy all the things. ടെക്സ്റ്റിലുണ്ട് ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് സെന്റൻസ് all the things. She can buy all the things in her shopping list. In her shopping ലിസ്റ്റ് എന്ന് എഴുതുക. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഈ ഒരു സെന്റൻസ് കൂടെ എഴുതിയപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാം കംപ്ലീറ്റ് ആയി. ആ ക്വസ്റ്റ്യനിൽ ക്യാൻ ഷീ ബൈ ഓൾ ദ തിങ്സ് ഇൻ ഹർ ഷോപ്പിംഗ് ലിസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന അവസാനത്തെ സെന്റൻസ് ഇല്ലേ ക്വസ്റ്റ്യനിലുള്ള, അതിലെ ക്യാൻ മാറ്റി യെസ് എന്ന് ആക്കി കൊടുത്താൽ മതി. യെസ്, ഷീ ക്യാൻ ബൈ ഓൾ ദ തിങ്സ് ഇൻ ഹർ ഷോപ്പിംഗ് ലിസ്റ്റ്. അപ്പൊ നമ്മുടെ ഡി വരെയുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. Make 2 questions yourself for the price list. ഇനി ഇപ്പൊ നമുക്ക് ഡി വരെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ ഒരു ഗ്രീൻ ബോക്സിനകത്ത് കുറച്ച് പച്ചക്കറികളുടെ വിലയും അതിന് 1 കിലോ തൂക്കത്തിന്റെ വിലയും എല്ലാം കൊടുത്തിട്ടില്ലേ. കുറച്ച് പച്ചക്കറികളുടെ ലിസ്റ്റും 1 കിലോയ്ക്ക് ആ പച്ചക്കറികൾക്ക് എത്ര രൂപയാകും എന്നുള്ള ലിസ്റ്റും എല്ലാം നമുക്ക് ആ ഒരു ഗ്രീൻ കളർ ഐറ്റം ബോക്സിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അത് ഉപയോഗിച്ചാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തത് അല്ലെ. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് 2 ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യൂ എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് നോട്ട്ബുക്കിൽ എഴുതുക. മേക്ക് 2 questions yourself from the price list. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് സ്വന്തമായി എന്താണ് മേക്ക് ചെയ്യുക. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഹൗ മച്ച് വിൽ, ഫോർ എക്സാമ്പിൾ, ഹൗ മച്ച് വിൽ 2 kilo of tomatoes cost? 2 കിലോ ടൊമാറ്റോസിന്റെ വില എന്താണ്? നമുക്ക് ചോദിക്കാവുന്ന ചോദ്യമല്ലേ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മച്ച് വിൽ
1/4 kilo, 1/4 kilo of carrot cost. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഉണ്ടാക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ കണ്ടുപിടിച്ചതാണ് 1/4 ക്യാരറ്റിന്റെ കാര്യം നമ്മൾ കണ്ടുപിടിച്ചതാണ്. എന്നാലും സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങനെ എഴുതാം. ഇനിയും എഴുതാം ഹൗ മച്ച് വിൽ കോസ്റ്റ്, എന്താണ് ഹാഫ് കിലോ ഓഫ് പംകിൻ എന്നൊക്കെ പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാം അല്ലെ. ഓരോ വെജിറ്റബിൾസിന്റെയും പ്രൈസ് ചോദിച്ചുകൊണ്ട് ഈ ഫ്രാക്ഷൻസ് മാറ്റിക്കൊണ്ടുകൊണ്ട് നമുക്ക് പരമാവധി ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പേജ് നമ്പർ 100-ലെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും നോട്ട്ബുക്കിൽ തന്നെ ചെയ്യുക. ഞാൻ ഈ പഠിപ്പിച്ച ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. നോട്ട്ബുക്ക് കറക്ഷന് വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായി എഴുതിയിട്ടുണ്ടാവണം, അത് വ്യക്തമായി പഠിച്ചിട്ടുണ്ടാവണം. ഹോംവർക്കായിട്ട് എനിക്ക് ഇതിൻ്റെ ഫോട്ടോ അയച്ചു തരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.